അവരെ വിളിക്കാം. ദീപ, ആരാണ് ജഡ്ജ്? ഇതാ. ഓക്കെ. ഇതിന് മുമ്പേ ലവ് ലെറ്റർ എഴുതിയിട്ടില്ല, എല്ലാം പറഞ്ഞു തന്നു. ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? അത് ബാക്കിയെല്ലാം അറിയാം നമുക്ക്. എന്തായാലും ഫുൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞു. അതെ. പ്രിയമുള്ളവളെ, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുകൊണ്ടിരുന്ന എന്നെ പ്രതീക്ഷയുടെ രക്ഷാകരം നീട്ടി ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളിലും ഇപ്പോഴും എനിക്ക് വിജയത്തിന്റെ പുതുനാമ്പ് നീട്ടി ശക്തി പകർന്ന എന്റെ പ്രിയെ, നിനക്ക് ഇച്ചായന്റെ 1000 സ്നേഹചുംബനങ്ങൾ. മനസ്സിൽ എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നിന്റെ ഓരോ വാക്കുകളും പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന മനോഹരമായ നിന്റെ മുഖവുമാണ് എൻ്റെ മനസ്സിൽ. ഈ ചെറിയ ജീവിതത്തിൽ സ്നേഹിച്ചു കൊതി തീരാതെ പൊലിഞ്ഞു പോകുന്ന എത്ര കുടുംബജീവിതങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. നമുക്ക് കിട്ടിയ ഈ ചെറിയ ജീവിതം ഒരിക്കലും വാടാത്ത വാടാമുല്ലയായി നമുക്ക് സൂക്ഷിക്കാം. ഈ വാക്കുകളെക്കാളേറെ ഞാൻ നിന്നിലേക്ക് അടുത്തുപോയടോ. എൻ്റെ മുത്തേ, നീ എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാൽ ഞാൻ നിന്റെ നിഴലാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. എനിക്കത് കേൾക്കാനും വളരെ ഇഷ്ടമാണ്. കാരണം ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ അവർക്കില്ലല്ലോ എന്നോർത്ത്. വഞ്ചിപ്പാട്ടിൻ്റെ ആർപ്പുവിളികളും ഓണപ്പൂക്കളവും ഓണസദ്യയുമായി നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച നമ്മുടെ ആദ്യ തിരുവോണം, നിന്റെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂക്കളും നിന്റെ വിടർന്ന മിഴികളിൽ പടർന്ന കരിമുഷിയും നിന്റെ തുടുത്ത കവളിൽ വിരിഞ്ഞ പുഞ്ചിരിയും പിന്നെ കസവിന്റെ ഭംഗിയും കൂടി ചേർന്നപ്പോൾ അഴകിന്റെ വർണ്ണച്ചെപ്പ് തുറന്നു വന്ന സ്വർണ്ണ ദേവതയായിരുന്നു അന്ന് നീ. ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം പർദീസ് നൽകിയതുപോലെ ഞാനും നീയും ദൈവം നമുക്ക് നൽകിയ ഈ ഭൂമിയിൽ കൊതി തീരുവോളം ജീവിക്കുവാൻ, എന്നും ഒരേ ശരീരമായി ഒരേ ആത്മാവായി ദൈവം നമുക്ക് തന്ന മകളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന ഒത്തിരി സ്നേഹത്തോടെ നിന്നെ സ്വന്തം ശോഭിച്ചാൻ. ദീപ, എനിക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഗൾഫിലായിരുന്നു. അപ്പം അതിനകത്ത് കണക്കുകളായിരുന്നു. അവിടെ പൈസ കൊടുക്കണം, ഇവിടെ കൊടുക്കണം, അങ്ങനെയുള്ള കണക്കുകളേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയൊന്നും എനിക്ക് എഴുതിയിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ദീപ wants to say something to സോബിൻ. എന്തെങ്കിലും സോബിന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയണോ? ഞാൻ പറഞ്ഞോളാം. ഈ വേദിയിൽ വെച്ച് സോബിൻ ഇത്ര പറഞ്ഞു ദീപയ്ക്ക് വേണ്ടി. അപ്പൊ ദീപ എന്തെങ്കിലും ഈ വേദിയിൽ തന്നെ മറുപടി നമ്മളുടെ ജഡ്ജസിന് മുമ്പിൽ കൊടുത്താൽ? I love you so much. How sweet. നിതാ, ഹായ് സോബിൻ, ഈ പ്രണയലേഖനം കുറച്ചുകൂടി മുമ്പ് എഴുതാമായിരുന്നു തോന്നിയോ? ഉറപ്പായിട്ടും. കാരണം ആദ്യമായിട്ട് സമർപ്പിക്കുന്ന ഒരു പ്രണയലേഖനം, അതിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ലെന്ന് എന്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. മാർക്ക് 8 marks. സോബിൻ